കോഴിക്കോട്ടേക്ക് വന്നാൽ ജില്ലയുടെ മലയോര മേഖലയിൽ ഇന്നലെ രാത്രി മഴയോടൊപ്പം ശക്തമായ കാറ്റും വീശി. മുക്കം, തിരുവമ്പാടി, കൂടരഞ്ഞ്, കൊടിയത്തൂർ ഭാഗങ്ങളിലാണ് നാശനഷ്ടങ്ങൾ ഉണ്ടായത്. പല സ്ഥലങ്ങളിലും വൈദ്യുതി പുനഃസ്ഥാപിക്കാനായിട്ടില്ല. കാരശ്ശേരിയിൽ കർഷകന്റെ 300-ലധികം വാഴ കാറ്റിൽ നിലംപൊത്തി. ദൃശ്യ പുതിയ അടുത്ത വിശദാംശങ്ങൾ നൽകും. ദൃശ്യ, കോഴിക്കോട് ജില്ലയുടെ ഏതൊക്കെ ഭാഗങ്ങളിലാണ് കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടായത്? ഇപ്പോൾ പരക്കെ മഴ പെയ്യുന്നുണ്ടോ? പ്രധാനമായും മലയോര മേഖലകൾ കേന്ദ്രീകരിച്ച് തന്നെയാണ് ഈ നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നത്. മലയോര പ്രദേശത്ത് തന്നെയാണ് ഇന്നലെ രാത്രി കനത്ത മഴയുണ്ടായിരുന്നു. നഗരപ്രദേശങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇടവിട്ടാണ് മഴ പെയ്യുന്നത്. ഇപ്പോൾ കുറച്ച് സമയം മുൻപ് നേരിയ ശമനം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ വീണ്ടും മഴയ്ക്കുള്ളൊരു കോള് തന്നെയാണ്. ഈ മലയോര മേഖലയെ സംബന്ധിച്ച് നോക്കുമ്പോൾ പലയിടത്തും ഈ മഴ തുടരുകയാണ്. ഇത് മാത്രമല്ല, വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാനും ഇതുവരെ സാധിച്ചിട്ടില്ല. പലയിടത്തും ഇന്നലെ വൈദ്യുതി പോസ്റ്റുകളൊക്കെ മറിഞ്ഞു വീണായിരുന്നു, വൈദ്യുതി ബന്ധമൊക്കെ നിലച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതുവരെ പുനഃസ്ഥാപിക്കാൻ സാധിച്ചിട്ടില്ല. മഴ ഇപ്പോഴും തുടരുകയാണ്. പലയിടങ്ങളിലും വീടിന് മുകളിലേക്ക്, കാരശ്ശേരി പഞ്ചായത്തിൽ വീടിന് മുകളിലേക്ക് മരം വീണ് അപകടം സംഭവിച്ചിട്ടുണ്ട്. വീട്ടുകാരൊക്കെ സുരക്ഷിതരായി തന്നെ നാട്ടുകാരുടെ സഹായത്തോടെ മാറ്റിയിട്ടുണ്ട്. ഇതുകൂടാതെ തന്നെ കാരശ്ശേരിയിൽ ഒരു സുബിൻ എന്ന കർഷകന്റെ 300ഓളം വാഴകളാണ് ഇന്നലത്തെ കനത്ത കാറ്റിൽ നശിച്ചിട്ടുള്ളത്. പുതിയാപ്പയിൽ 3 വീടിന് മുകളിലേക്കാണ് ഈ പൊതുകിണറിന് സമീപത്തുള്ള ഒരു ആൽമരം ഇടിഞ്ഞു വീണ് 3 വീടുകളിലേക്കാണ് ഈ മരം വീണിട്ടുള്ളത്. ഈ മതിലിനൊക്കെ ഈ ഒരു കാര്യമായി മതിലൊക്കെ തകർന്നിട്ടുണ്ട്. ഇങ്ങനെ നഗരത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇന്നലത്തെ കാറ്റിൽ ചെറിയ രീതിയിലുള്ള മരങ്ങളൊക്കെ മറിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ സമയത്ത് തന്നെ ഇതാ മഴ വീണ്ടും പെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഈ നഗരത്തെ കേന്ദ്രീകരിച്ച് നോക്കുമ്പോൾ ഇടവിട്ടുള്ള മഴയായിരുന്നു. ഇതാ വീണ്ടും മഴയിലേക്ക് തന്നെയാണ് പോകുന്നത്. എന്തായാലും മലയോര പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് തന്നെയാണ് ഇപ്പോൾ കൂടുതലായി മഴ പെയ്യുന്നത്. സേഫ്. ശരി, ദൃശ്യ പുതിയ അടുത്താണ് വിശദാംശങ്ങൾ നൽകി.